ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുക. എൻ്റെ പേര് പ്രിൻസി, എൻ്റെ ഹസ്ബൻ്റെ പേര് നെൽസൺ, ഞങ്ങളുടെ മകളുടെ പേര് വെറോനിക്ക. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ മകൾക്കുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അമ്മ മാതാവിൻ്റെ ഇടപെടലിനെ കുറിച്ചുമാണ്. ആദ്യം തന്നെ എൻ്റെ മകൾ വെറോനിക്കയ്ക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടും അവൾ മുട്ടിൽ പോലും ആന ഇഴയുന്നത് പോലും ഇഴയില്ലായിരുന്നു. ഇരുന്നു കൊണ്ട് നിരങ്ങി പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിച്ചു. പീഡിയാട്രിക്കിൻ്റെ ഓർത്തോപീഡിക്കിനെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം, വൈറ്റമിൻസിൻ്റെ അളവിൻ്റെ അതൊക്കെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഇടുപ്പെല്ലിന് കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻസിന് അളവെടുത്ത് നോക്കിയപ്പോഴും അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണ് കാരണമെന്ന് അറിയത്തില്ല, എന്താണ് ഈ കുഞ്ഞിങ്ങനെ ഇഴയണമെന്നും അവർക്കറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഫിസിയോതെറാപ്പിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ഒരു 2-3 വർഷം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം, അപ്പോഴത്തേക്കും മോള് നടക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്കാകെ വിഷമമായിരുന്നു. മകള് ഒരു പെൺകുഞ്ഞല്ലേ, ഇഴഞ്ഞ് പോകുന്ന കാണുമ്പം പള്ളിയിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും കുഞ്ഞ് കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്തൊക്കെ കുഞ്ഞ് മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കാതെ ഇഴഞ്ഞ് അവിടെ ചുറ്റും നടക്കുമ്പോൾ എല്ലാവരും നോക്കും. ചിലർ ചിരിക്കും, ചിലർ സഹതാപത്തോടെ നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചത്. ശേഷം അമ്മ മാതാവിൻ്റെ അരികെ ഓടി വരികയും മനസ്സിലൊരു തോന്നൽ തന്നെ ഉണ്ടായി. ഞാൻ ഒരിക്കലും ജപമാല ചൊല്ലിക്കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു വ്യാഴാഴ്ചയായിരുന്നു അത്. അപ്പം മനസ്സിൽ പറയുക കൃപാസനത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ച് നോക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് കൃപാസനത്തിൽ പോയി മോക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. അച്ഛൻ പറഞ്ഞു എന്നാൽ വൈകണ്ട, നമുക്ക് നാളെ തന്നെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ വരികയും ഉടമ്പടിയിൽ ആദ്യ നിയോഗമായി തന്നെ അത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഞങ്ങൾ വീട്ടിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മോളുടെ അടുത്ത് നോക്കിയപ്പം മോൾ അങ്ങനെ ഇതുവരെ എഴുന്നേറ്റ് പോലും നിന്നിട്ടില്ല. കുഞ്ഞ് താനെ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം. കുഞ്ഞ് നടന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ കൈവച്ച്, അതിനു മുമ്പ് കുഞ്ഞിൻ്റെ കാല് രണ്ടും ഇങ്ങനെ വളഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്നില്ല ഇത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമ്പം മണ്ണിൽ കൂടെയാണ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നത്. പക്ഷേ പിച്ച വെച്ച് തുടങ്ങിയ അന്ന് മുതൽ ഇങ്ങനെ വളഞ്ഞിരുന്ന കാല് പോലും നേരെയാക്കിയ കൊച്ച് പിച്ച വെച്ച് തുടങ്ങിയത്. അത് തന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മരുന്നോ ഒരു ഫിസിയോതെറാപ്പിയോ പോലും ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടില്ല. ഞാനൊരു നേഴ്സാണ്, എന്നിട്ട് പോലും ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ടുപോകണോ വേണ്ടയോ എന്നും എപ്പോഴും ആലോചനയിലും ഞാൻ ഒത്തിരി ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ അരികെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയും പിച്ച വെക്കുകയും ഇപ്പം മോൾക്ക് 1.5 വയസ്സാവുന്നു. ഞാനൊരു ജൂലൈ 21 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇപ്പം എൻ്റെ കുഞ്ഞ് നന്നായിട്ട് ഇവിടെ എല്ലാം ഓടി നടക്കുന്നൊരു കുഞ്ഞാക്കി അമ്മ എനിക്ക് തിരികെ തന്നു. മാതാവിന് 1000 കോടി നന്ദി പറയുക. രണ്ടാമതായിട്ട് ഞങ്ങൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുഞ്ഞിന് എല്ലാ ദിവസവും കാല് വിശുദ്ധ കുരിശ് വരച്ചു കൊടുക്കുമായിരുന്നു. അതേപോലെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുമ്പോഴും സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കുടുംബത്തിലെ എല്ലാവർക്കും നെറ്റിയിൽ വിശുദ്ധ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പപ്പയ്ക്ക് ഒരു 10-30 ദിവസമായിട്ട് കാലിന് ഒരു വലിയൊരു സൈക്കിളിൻ്റെ പെഡൽ തട്ടിയിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി.
അപ്പോൾ അത് കുത്തി പൊട്ടിച്ചിട്ടും പഴുപ്പ് നിൽക്കുന്നില്ല, അതേപോലെ ഒഴുകുമായിരുന്നു. അത് ക്ലീൻ ചെയ്തതിന് ശേഷവും വീണ്ടും അതിൽ നിന്ന് പഴുപ്പ് ഒഴുകുക. അപ്പോൾ ഡോക്ടർ ഒത്തിരി പഴുപ്പ് കുത്തിയെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ സമയമെല്ലാം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം പപ്പയ്ക്ക് വയ്യാന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നത്. പോയി ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ഞാൻ വിശുദ്ധ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു അപ്പച്ചൻ്റെ കയ്യിൽ. ഒരു ദിവസം കാലിൽ ഒരു ദിവസം ഞാൻ നോക്കിയപ്പം പപ്പയുടെ കാലിൽ നിന്ന് ഒരു നല്ല രീതിയിൽ പഴുപ്പെല്ലാം പൊട്ടി ഒഴുകിപ്പോയിട്ട് ആ കാല് നല്ല നീരൊക്കെയായിരുന്നു. അത് നന്നായിട്ട് പറ്റി തൊരാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ നോക്കുമ്പം പഴുപ്പെല്ലാം കുറഞ്ഞ് ഒരു മുള്ളു കൊണ്ടാൽ ഉണങ്ങുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ പൂർണ്ണമാകുകയും സൗഖ്യം നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. അതാണ് രണ്ടാമതായി വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച രണ്ടാമത്തെ രോഗസൗഖ്യം. മൂന്നാമതായിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചകളും അഭയകേന്ദ്രത്തിൽ പോകുമായിരുന്നു. അവിടെ ഒരു അനാഥയായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, പേര് മഞ്ജു എന്നാണ്. ചേച്ചിക്ക് ഇങ്ങനെ അവിടുത്തെ ജോലിയുടെ ഭാഗമായിട്ട് അരിച്ചാക്കൊക്കെ എടുക്കുന്നതിൻ്റെ ഫലമായി നടുവിനൊരു പൊട്ടലുണ്ടായി. പക്ഷെ അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഓപ്പറേഷൻ ചെയ്യുവാനോ കൂടെ കൊണ്ടുപോകാനോ ആരുമില്ലായിരുന്നു. ചേച്ചി ഒരു ദിവസം ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഇതുപോലെ നടുവേദനയാണ്, ഒന്ന് കുളിക്കാനോ എഴുന്നേക്കാനോ ഒരു സഹായം പോലും ഇല്ല. അവിടെ കൂടെയുള്ളവരെല്ലാം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്കേ ഉള്ളൂ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെയും സഹായിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോൾ പോയാലും വിശുദ്ധ തൈലവും കാശുരൂപവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ ആ ചേച്ചിക്ക് ഉപ്പ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്നും കുളിക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് വെള്ളത്തിൽ തളിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എന്നും കുളിക്കുവാനും എൻ്റെ കയ്യിലുള്ള വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് തടവി കൊടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് പ്രിൻസി, ഞാൻ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാനും പറ്റണു. ഡോക്ടറിനെ കാണാൻ വേണ്ടി ഞാൻ രണ്ടാമതും പോയപ്പം എനിക്ക് വേദന കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു വേദനയ്ക്ക് വരുന്ന ചതവോ അങ്ങനെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. ചേച്ചി എന്നും വിശുദ്ധ ഉപ്പിൽ വെള്ളത്തിൽ തളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി തന്നെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ചേച്ചിക്ക് രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ. പിന്നെ മൂന്നാമതായി ഞങ്ങളുടെ ആത്മീയ വിശുദ്ധീകരണം തന്നെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ 2021 ജനുവരിയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ആ ഭവനത്തിലേക്ക് പോയിട്ട് ഇതുവരെ കുടുംബ പ്രാർത്ഥന അങ്ങനെയൊന്നും ഞാൻ കണ്ടിരുന്നില്ല. ഞാൻ ഓരോരുത്തരെയും വിളിക്കുമായിരുന്നു. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളും ഒഴിവുകളും പറഞ്ഞ് അകന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുടുംബ പ്രാർത്ഥന എത്തിക്കണമല്ലോ എന്ന് ഓർത്ത് കഥ കടിച്ചിരുന്ന് മുറിയിരുന്ന് പ്രാർത്ഥിക്കുമോ, അങ്ങനെ എത്തിച്ചേലായി എന്നൊരു ചിന്തയിൽ മാത്രമായിരുന്നു ഇരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം മുതൽ എല്ലാവരും, അമ്മയും പപ്പയും കുടുംബത്തെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കാനും ഒരുമിച്ച് ഒരു പ്രാർത്ഥന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പോലും മുമ്പ് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങൾ ഒരു കാര്യം പോലും ചെയ്യുകയുള്ളൂ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ സമാധാനവും സന്തോഷവും നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു.